നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല പുരാക്കാർ. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം. സംസ്ഥാനത്ത് തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. നാളെ ശിവരാത്രി ഉത്സവം. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദ്രുതകർമ്മസേന RRT എത്തും. പ്രിയകവി ONVയുടെ ഓർമ്മ പുതുക്കി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാവാൻ താരിഖ് റഹ്മാൻ. വാർത്തകൾ വിശദമായി. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം. എല്ലാ വർഷവും ഫെബ്രുവരി 14-നാണ് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ വാലന്റൈൻ ദിനം അല്ലെങ്കിൽ പ്രണയ ദിനം ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻ ദിനം. ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ഇഷ്ടമറിയിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ അന്താരാഷ്ട്ര പ്രണയ ദിനമായി ആചരിക്കപ്പെടുന്നു. ഇത് മതപരമായ ഒരു ചടങ്ങല്ല. ഫെബ്രുവരി 14-നാണ് പ്രണയ ദിനമെങ്കിലും ആഘോഷങ്ങൾ ഒരാഴ്ച മുമ്പ് ഫെബ്രുവരി 7 മുതൽ 14 വരെയുള്ള ഓരോ ദിവസത്തിലും ഓരോ പ്രത്യേകതകളുണ്ട്. പ്രണയികൾ മാത്രമല്ല, ദമ്പതികളും ഇത് സവിശേഷമായ രീതിയിൽ ആഘോഷിക്കുന്നു. പുതുവസ്ത്രങ്ങൾ ധരിച്ചോ, പങ്കാളികൾ ഒരുമിച്ച് വിനോദയാത്രകൾ നടത്തിയോ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും അല്ലെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തുടങ്ങിയവ വാലന്റൈൻ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഭക്ഷണശാലകളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തപ്പെടുന്നു. സംസ്ഥാനത്ത് തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. പകൽ താപനില ക്രമാതീതമായി ഉയർന്നതോടെ സംസ്ഥാനത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തിയും തൊഴിൽ വകുപ്പ് ഉത്തരവായി. മെയ് 20 വരെയാണ് ക്രമീകരണം. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ വിശ്രമം നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ളത് 3-ന് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ളതും സൂര്യാഘാതത്തിന് സാധ്യത ഇല്ലാത്തതുമായ മേഖലകളെ ഉത്തരവിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നാളെ ശിവരാത്രി ഉത്സവം. ഭക്തിയും വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നാളെ ശിവരാത്രി. പരമശിവന്റെ അനുഗ്രഹം നേടാൻ ഭക്തർ ഉപവാസം, ജപം, പൂജ, അഭിഷേകം തുടങ്ങിയവ അനുഷ്ഠിക്കും. ശിവരാത്രി നാളിൽ ഉറക്കമൊഴിക്കുന്നത് ആത്മശുദ്ധിക്കും പാപപരിഹാരത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം. ജില്ലയിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകൾ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കും. നഗരത്തിൽ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ ശിവരാത്രി ആഘോഷം നടക്കും. ശ്രീനാരായണ ഗുരുപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ക്ഷേത്രത്തിലും ശിവരാത്രി മഹോത്സവം വിപുലമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഴിമല ശിവക്ഷേത്രം, തളിയൽ മഹാദേവ ക്ഷേത്രം, ചെങ്കൽ മഹേശ്വരം ശിവക്ഷേത്രം, തിരുപ്പുറം കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം, പനങ്ങോട് ഉദയമാർത്താണ്ഡപുരം ശിവക്ഷേത്രം, വെയിലൂർക്കോണം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും ശിവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകൾ നടക്കും. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദ്രുതകർമ്മസേന RRT എത്തും. ഒറ്റപ്പെടൽ, രോഗാതുരമായ അവസ്ഥ, സാമ്പത്തിക പരാധീനത, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ തുടങ്ങിയ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരത്തിന് ദ്രുതകർമ്മസേന RRT എത്തും. സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും RRTകൾ ആരംഭിക്കും. സേനാംഗങ്ങളുടെ പരിശീലനം പൂർത്തിയായാലുടൻ പദ്ധതി ആരംഭിക്കും. APL, BPL വ്യത്യാസമില്ലാതെ അർഹരായ എല്ലാ വയോധികർക്കും സേവനം ലഭ്യമാകും. പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മൂലം ദുരിതത്തിലും മറ്റ് അപകട സാഹചര്യത്തിലും പെട്ട മുതിർന്ന പൗരന്മാർക്ക് ഉടൻ രക്ഷാസേവനം നൽകുക, ആരോഗ്യ സംരക്ഷണം, മാനസിക പിന്തുണ, സാമൂഹിക സംയോജനം എന്നിവയുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. നിയമസഹായം, നൈപുണ്യ വികസനം, സാമൂഹ്യ സുരക്ഷാ നടപടികൾ, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയുടെ ഗുണഫലം ലഭ്യമാക്കുകയും ചെയ്യും. ആശുപത്രി ചികിത്സ ആവശ്യമായി വരുന്ന അഗതികളായ വയോജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂട്ടിരിപ്പിന് കെയർ ഗിവറെയും ചികിത്സാ സൗകര്യവും ലഭ്യമാക്കും. കെയർ ഗിവർക്ക് ദിവസേന 675 രൂപ വീതവും മുഴുവൻ സമയ സേവനത്തിന് 1350 രൂപ നിരക്കിലും വേതനം നൽകാം. അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂർ അനുമതിയിൽ കൂടാതെ സാമ്പത്തികമായി ഇടപെടാനും അനുമതിയുണ്ട്. പ്രിയകവി ONVയുടെ ഓർമ്മ പുതുക്കി. കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പിൻ്റെ ഓർമ്മ പുതുക്കി നഗരം. ONV കൾച്ചറൽ അക്കാദമി സംഘടിപ്പിച്ച സ്മൃതി ദിനാചരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കവിയുമായ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കവിതയിലൂടെ സത്യവും സ്നേഹവും പകർന്ന കവിയാണ് ONV എന്ന് അദ്ദേഹം പറഞ്ഞു. VS രാജേഷ്, KP സുധീര, രാജീവ് അഞ്ചൽ, EM നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗാനകവൃന്ദമായ സൂര്യഗാഥ ONV കവിതകളുടെ സംഗീതാവിഷ്കാരം നടത്തി. ONVയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാവാൻ താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് BNP വൻ വിജയം.
പാർട്ടി മേധാവി താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായേക്കും. 2 ദശകത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2/3 ഭൂരിപക്ഷത്തോടെ BNP അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനാണ് താരിഖ് റഹ്മാൻ. 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയത്. തിരഞ്ഞെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ ഫലം പ്രഖ്യാപിച്ച 297-ൽ 209 എണ്ണമാണ് BNP നേടിയത്. ജമാഅത്തെ ഇസ്ലാമി സഖ്യം 68 സീറ്റ് നേടി. 2 ഇടത്തെ ഫലം തടഞ്ഞുവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി മരിച്ചതിനാൽ ഒരിടത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. പോളിംഗ് 59.44%. 2024 ഓഗസ്റ്റിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായ ശേഷം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരായിരുന്നു ഭരണം. 15 വർഷം തുടർച്ചയായി ഭരിച്ച ഹസീനയുടെ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പ് വിലക്ക് മൂലം മത്സരിക്കാനായില്ല. 50 പാർട്ടികൾ മത്സരരംഗത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ 2000-ലേറെ പേർ മത്സരിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.